മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 13 ചൊവ്വ. സമകാലിക ഇന്ത്യയിൽ ബുൾഡോസർ രാജ് ഒരു പുതുമയേയല്ല, മറിച്ച് സംഘ് പരിവാർ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ മുഖ്യ ആയുധമാണത് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഭരണഘടനയ്ക്ക് നേരെ ഉരുണ്ടുകയറുന്ന ബുൾഡോസറുകൾ. ജനാധിപത്യത്തെ അപ്പാടെ തുറങ്കിലടച്ച അടിയന്തരാവസ്ഥ കാലത്ത് അധികാരത്തിന്റെ മത്തുപിടിച്ച രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമാണിമാർ നടത്തിയ അതിക്രമത്തിന്റെ ഉണങ്ങാത്ത മുറിപ്പാടുകളിലൊന്നാണ് തുർക്ക്മാൻ ഗേറ്റിലെ ബുൾഡോസർ പ്രയോഗം. രാജ്യതലസ്ഥാന നഗരിയുടെ സൗന്ദര്യവൽക്കരണത്തിന് എന്ന പേരിൽ നൂറുകണക്കിന് കുടുംബങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തപ്പെട്ട തുർക്ക്മാൻ ഗേറ്റ് മേഖലയിൽ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ബുൾഡോസറുകൾ മുരൾച്ചയോടെ ഉരുണ്ടു കയറിയിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 1:30 നിരവധി ബുൾഡോസറുകളുടെ അകമ്പടിയോടെ ഇരച്ചെത്തിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ സയ്യിദ് ഫൈസെ ഇലാഹി മസ്ജിദിന്റെയും ഖബർസ്ഥാന്റെയും പരിസരങ്ങളാണ് ഇടിച്ചു നിരത്തിയത്. നഗരസഭയുടെ ഭൂമി അനധികൃതമായി കയ്യേറിയാണ് മസ്ജിദിന്റെ കമ്മ്യൂണിറ്റി സെന്റർ, ചുറ്റുമതിൽ, പാർക്കിംഗ് ഏരിയ, മെഡിക്കൽ ലാബ് തുടങ്ങിയവ നിർമ്മിച്ചതെന്നും അവ ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ ഉത്തരവുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. അനധികൃത കയ്യേറ്റമെന്ന അധികൃതരുടെ ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീലിൽ കോർപ്പറേഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. കോടതി തീരുമാനത്തിന് പോലും കാത്തുനിൽക്കാതെയാണ് ബുൾഡോസർ നടപടി അരങ്ങേറിയത്. അനധികൃത കയ്യേറ്റമില്ലെന്നും വഖഫ് ഭൂമിയാണെന്നും മസ്ജിദ് അധികൃതർ അറിയിച്ചെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല. ഒഴിപ്പിക്കൽ നടപടിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ അറസ്റ്റുകൾ തുടരുകയാണ്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കടന്നുകയറ്റങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ന്യൂഡൽഹി ജമാ മസ്ജിദ് ഇമാമും ലോക്സഭാംഗവുമായ മുഹിബുല്ല നദ്വിയെ കുരുക്കാനും ശ്രമങ്ങളുണ്ട്. സംഘ് പരിവാർ പശ്ചാത്തലമുള്ള സംഘടനയാണ് തുർക്ക്മാൻ ഗേറ്റിൽ പൊളിക്കലിന് കാരണമായ പരാതിയുമായി രംഗത്തെത്തിയത്. അവർ നൽകിയ പരാതിയിൽ പരിശോധന നടക്കുകയും കയ്യേറ്റമാണെന്ന റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. തുടർന്ന് സംഘടന തന്നെ ഹൈക്കോടതിയിൽ പോയി പൊളിക്കാനുള്ള ഉത്തരവ് നേടുകയായിരുന്നു. സമകാലിക ഇന്ത്യയിൽ ബുൾഡോസർ രാജ് ഒരു പുതുമയേയല്ല, മറിച്ച് സംഘ് പരിവാർ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ മുഖ്യ ആയുധമാണത്. സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നവർ, ഹിന്ദുത്വ സംഘടനകൾ നൽകുന്ന പകപോക്കൽ പരാതികളിൽ പ്രതിചേർക്കപ്പെടുന്നവർ, ഭീകരവാദ കേസുകളിൽ ആരോപണം നേരിടുന്നവർ എന്നിവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം നിയമത്തിന്റെ യാതൊരു പിൻബലവുമില്ലാതെ തകർത്ത് മണ്ണോട് ചേർക്കുന്നത് പതിവായിരിക്കുന്നു. കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറന്ന കർണാടകയിലും അസം, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേതിന് സമാനമായി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ദരിദ്രജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 2 ചേരികൾ ഇടിച്ചു നിരത്തിയിരുന്നു. ഈ സംഭവത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നതോടെ പുനരധിവാസത്തിന് കർണാടക സർക്കാർ നിർബന്ധിതരായി എന്നത് ആശ്വാസകരം. ഭരണകൂടങ്ങൾ നടത്തിപ്പോരുന്ന ബുൾഡോസർ രാജിനെതിരെ രാജ്യത്തെ പരമോന്നത നീതിപീഠം അതിശക്തമായ വിധി പ്രസ്താവിച്ചത് 2024 നവംബറിലാണ്. അർദ്ധരാത്രി പൊളിച്ച വീട്ടിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും വയോധികരും തെരുവിലേക്കിറങ്ങുന്നത് സന്തോഷകരമായ കാഴ്ചയല്ലെന്നും നടപടിക്രമം പാലിക്കാതെയുള്ള വീട് ഇടിച്ചു നിർത്തൽ ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവർ അന്ന് വ്യക്തമാക്കിയത്. കുറ്റവാളികളുടെ വീടുകളോ നിർമ്മിതികളോ തകർക്കാൻ പോലും ഭരണകൂടത്തിന് അധികാരമില്ലെന്നും കോടതി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരും ബന്ധപ്പെട്ട അതോറിറ്റികളും ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും പരമോന്നത കോടതി ഊന്നിപ്പറഞ്ഞിരുന്നു. അതിനുശേഷം രാജസ്ഥാനിൽ ഒരു കെട്ടിടം തകർക്കപ്പെട്ടപ്പോൾ വിഷയത്തിൽ കടുത്ത ഭാഷയുമായി കോടതി വീണ്ടും ഇടപെട്ടു. ഭരണഘടനയോ കോടതിയോ എന്തു പറഞ്ഞാലും അത് തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് സംഘ് പരിവാർ ഭരണകൂടങ്ങളുടെ നിലപാട്. ഏത് കെട്ടിടവും ഇടിച്ചു നിരത്തും മുമ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സാവകാശം നൽകിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ അതിനുശേഷവും പലപ്പോഴും ഒരു നടപടിക്രമങ്ങളും ഇല്ലാതെയാണ് ബുൾഡോസറുകൾ പൗരന്മാരുടെ അവകാശങ്ങളിലേക്ക് പാഞ്ഞു കയറുന്നത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെടേണ്ടതാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ 50ഉം 100ഉം വർഷവും അതിലധികവും കാലങ്ങളായി തുടരുന്ന വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദുകൾ, അനുബന്ധ കെട്ടിടങ്ങൾ, ഉടമസ്ഥതയിൽ വരുന്ന കെട്ടിടങ്ങൾ, വീടുകൾ തുടങ്ങിയവ ഒരു അർദ്ധരാത്രിയിൽ അനധികൃത നിർമ്മിതികളും കയ്യേറ്റവുമാകുന്ന പ്രക്രിയയാണ് തീർത്തും അമ്പരപ്പുളവാക്കുന്നത്.
മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും ദലിതുകളുടെയും ദരിദ്രരുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം ബാധകമാവുന്ന വിവേചനപൂർണമായ നീതി നടപ്പാക്കൽ. ഇതുവരെ രാജ്യത്ത് വിവിധ കാരണങ്ങളാൽ ന്യൂനപക്ഷങ്ങളുടെ 2 ലക്ഷത്തിലധികം വീടുകൾ ബുൾഡോസർ രാജിൽ തകർത്തതായാണ് കണക്കുകൾ. മസ്ജിദുകൾ, മദ്രസകൾ തുടങ്ങിയവ വേറെ. കല്ലും ചാന്തും കൊണ്ട് കെട്ടിപ്പടുത്ത നിർമ്മിതികളല്ല. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ഭരണഘടന നൽകുന്ന ഉറപ്പുകളും കോടതിയുടെ അന്തസ്സുമാണ് ഈ അന്യായ നടപടിയിൽ തകർന്നടിഞ്ഞു വീഴുന്നതെന്നത് സർക്കാരിനെ തരിമ്പും അലോസരപ്പെടുത്തുന്നില്ല എന്നോർക്കുമ്പോൾ ഏറെ കഷ്ടം തോന്നുന്നു. മാധ്യമം പോഡ്കാസ്റ്റ്.